ഹായ്, വെൽക്കം ടു ഇൻ്റഗ്രേറ്റീവ് ജനത്ത്. നമുക്കിന്ന് സ്വിങ് മെഷീനിൽ സാധാരണ കാണാറുള്ള കുറച്ച് സ്റ്റിച്ചുകൾ പരിചയപ്പെടാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ല ഒരുപാട് കാലമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തെ സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. സാധാരണ ഷർട്ടിലും മറ്റും നമ്മൾ കാണാറുള്ളതാണ് ബട്ടൺ ഹോള്. ഈ ബട്ടൺ ഹോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ള 2 വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പലരും ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തത് സിക്സാഗ് സ്റ്റിച്ച്. ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് സിക്സാഗ് സ്റ്റിച്ച്. നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമുക്കിതിൽ ചെയ്തെടുക്കാം. 2 മുതൽ 5 വരെ ഉള്ളത് സിക്സാഗ് സ്റ്റിച്ചാണ്. 2, 3, 4 എന്നുള്ളത് കോട്ടൺ ഫാബ്രിക് പോലത്തെ തുണികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. 5ാമത്തെ സ്റ്റിച്ച് സാറ്റിന്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത തുണികളുണ്ടാവില്ലേ, കയ്യിൽ നിന്നൊക്കെ ഊറിപ്പോണ തുണി, അങ്ങനത്തെ തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത്. അതിലൊന്നാണ് ആപ്ലിക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആപ്ലിക് വർക്ക് എങ്ങനെയാണ് സിക്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളത് കണ്ടു നോക്കുക. നമുക്ക് ബെഡ്ഷീറ്റ്, ചുരിദാറുകളിലും അതുപോലെ നിങ്ങൾ ഏത് ഡ്രസ്സാണോ ഡിസൈൻ ചെയ്യാൻ ആപ്ലിക് വർക്ക് ചെയ്ത് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തുണികളിൽ നിന്നൊക്കെ വളരെ ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വുള്ളൻ ത്രെഡ് ഉപയോഗിച്ച് സിക്സാഗ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. 3ാമത്തത് മെൻഡിങ് അഥവാ ഇഴയെടുക്കുക. പുതിയ ഡ്രസ്സുകളൊക്കെ പെട്ടെന്നൊക്കെ കീറിപ്പോയാൽ, എവിടെയെങ്കിലും കൊടുത്ത് വലിച്ചിട്ട് കീറിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കളയാൻ തോന്നില്ല, സ്വാഭാവികം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഇഴയിടുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തെടുക്കാൻ നമുക്ക് ഈ സ്റ്റിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓവർലോക്ക് ചെയ്തെടുക്കാൻ സിക്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ അരികത്ത് കൂടെ സിക്സാഗ് സ്റ്റിച്ചിലിട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്ത് ഫിനിഷിങ് കിട്ടും. നമ്മുടെ മെഷീനിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇൻ്റർലോക്ക്. ഫ്രോക്കുകളിൽ നല്ല ഭംഗിയായി ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. 6 മുതൽ 11 വരെ നോർമൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണ്. അത് നമ്മൾ ചെറിയ വിഡ്ത്ത് മുതൽ ഏറ്റവും വലിയ രീതിയിലുള്ള വിഡ്ത്ത് വരെ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് പണി കഴിയണം, തന്നെ ഒറ്റ സ്റ്റിച്ചിൽ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ സ്റ്റിച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഉടുപ്പുകളിലൊക്കെ ചെയ്യുന്ന ഗ്യാദറിങ് നമുക്ക് വലിയ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ടെൻഷൻ കൂട്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി 11ാമത്തെ സ്റ്റിച്ച് നീഡിൽ ലെഫ്റ്റ് നീഡ് പൊസിഷനിൽ വരുന്നതാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാവുന്നൊരു സ്റ്റിച്ചാണ്. 12ാമത്തെ ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച്. ഹെമ്മൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച് യൂസ് ചെയ്യും. അതുപോലെ ഡ്രസ്സ് നമുക്ക് വെറുതെ 2-3 കളർഫുൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നമുക്കിത് ഉപയോഗിച്ചിട്ട് പറ്റും. 13 ഇലാസ്റ്റിക് സ്റ്റിച്ചാണ്. സാധാരണ ഇലാസ്റ്റിക് സ്റ്റിച്ച് നമ്മൾ സിമ്പിൾ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യാറ്. അതിന് പകരം ഇലാസ്റ്റിക് സ്റ്റിച്ചിൻ്റെ പൊസിഷനിൽ മാറ്റിയിട്ട് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചെയ്യുക. 14 സ്ട്രെച്ച് ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച്. ഇത് മുൻപ് പറഞ്ഞതുപോലെ ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച് പോലെ നമുക്ക് പാൻറ്റ്, സ്കേർട്ടൊക്കെ ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതിന് പറ്റുന്ന ഫോട്ട് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലത്തെ മെഷീനുകളിൽ എങ്ങനെയാണ് നൂല് നമ്മൾ കോർത്തെടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. താങ്ക് യു ഫ്രം ഇൻ്റഗ്രേറ്റീവ് ജനത്ത്.